ഹലോ നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും ചോദ്യപേപ്പർ അപഗ്രഥന സെഷനിലേക്ക് സ്വാഗതം. ഫിസിക്സ് ആണ്, സന്തോഷ് സേതുമാധവനാണ്. 10ാം ക്ലാസ് യോഗ്യതയുള്ള PSC പരീക്ഷ 10th ലെവൽ പ്രിലിംസ് മൂന്നാമത്തെ സ്റ്റേജ് കടന്നിരിക്കുകയാണ്. ഈ ജനുവരി 25, 2025 ജനുവരി 25 അതിൻ്റെ മൂന്നാം സ്റ്റേജ് പരീക്ഷ കഴിഞ്ഞിരിക്കുകയാണ്. ഫിസിക്സിൽ നിന്ന് 7 ചോദ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. 7 ചോദ്യങ്ങളും വലിയ പ്രശ്നമില്ലാത്ത ചോദ്യങ്ങളായിരുന്നു, എളുപ്പമായിരുന്നു. ഒന്ന് വായിച്ചു നോക്കി ഉത്തരം എഴുതാൻ പറ്റുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. ഔട്ട് ഓഫ് സിലബസ് ക്വസ്റ്റ്യൻസോ ഒരുപാട് ഡെപ്ത് കൂടിയ ക്വസ്റ്റ്യൻസോ ഒന്നും തന്നെ വന്നില്ല എന്ന് പറയാൻ പറ്റും. അപ്പോൾ നമ്മൾ എൻട്രിയുടെ വിവിധ ക്ലാസ്സുകളിലായിട്ട് റെക്കോർഡഡ് സെഷൻസും റിവിഷനും അതുപോലെ യൂട്യൂബ് റിവിഷനും ഒക്കെ നമ്മൾ എടുത്ത സമയത്ത് ഡിസ്കസ് ചെയ്ത ചോദ്യങ്ങൾ തന്നെയാണ് പരീക്ഷയ്ക്ക് വന്നത് എന്നൊരു സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ട്. നമുക്ക് നേരെ ആ ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സും അനുബന്ധ വിവരങ്ങളും ഒക്കെ ഒന്ന് പരിശോധിക്കാം. 7 ചോദ്യങ്ങളാണ് ഫിസിക്സിൽ നിന്ന് എന്ന് നമ്മൾ പറഞ്ഞു. അതിലെ ആദ്യത്തെ ചോദ്യം, ഇതൊരു ചോദ്യമാണ്. അപ്പോൾ ചിലപ്പോൾ ഈ ചോദ്യം ഒറ്റ നോട്ടത്തിൽ കണ്ട ആളുകൾ ഇതെന്താണ് ഇത്രയും വലിയൊരു ചോദ്യം, അതും ഫിസിക്സിൽ നിന്ന് എന്നൊരു കൺഫ്യൂഷൻ ഉണ്ടായിട്ടുണ്ടാവും. സംഭവം ഒരുപാട് സ്റ്റേറ്റ്മെന്റ് ഒക്കെ ഉണ്ട്, കഥ പോലെ ഉണ്ടെങ്കിലും വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചെറിയ ചോദ്യമാണിത്. ഇതൊന്ന് നോക്കിക്കഴിഞ്ഞാൽ പ്രവൃത്തി സംഭവിക്കുന്ന ചില സന്ദർഭങ്ങൾ നൽകിയിരിക്കുന്നു എന്നാണ് പറയുന്നത്. എന്നിട്ടൊരു 3 സന്ദർഭങ്ങൾ തന്നിട്ടുണ്ട്. ഒരു കല്ല് മുകളിലേക്ക് എറിയുമ്പോൾ ഗുരുത്വാകർഷണ ബലം കല്ലിൽ ചെയ്യുന്ന പ്രവൃത്തി, തെങ്ങിൽ നിന്ന് തേങ്ങ താഴേക്ക് വീഴുമ്പോൾ ഗുരുത്വാകർഷണം ചെയ്യുന്ന പ്രവൃത്തി, കല്ല് മുകളിലേക്ക് എറിയുമ്പോൾ നാം പ്രയോഗിക്കുന്ന ബലം കല്ലിൽ ചെയ്യുന്ന പ്രവൃത്തി. ഇതാണ് 3 സന്ദർഭങ്ങൾ. ഈ 3 സന്ദർഭങ്ങൾ പരിശോധിച്ച് ശരിയായ ഉത്തരം കണ്ടെത്തുക എന്നാണ് നമ്മളോട് പറയുന്നത്. എന്നിട്ട് ഒരു 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ആ 4 ഓപ്ഷനിൽ നിന്ന് ABCD, അതിൽ നിന്ന് നമ്മൾ ശരി ഉത്തരം കണ്ടെത്തണം. പറയുന്നത് തന്നിരിക്കുന്നവയിൽ 1 മാത്രമാണ് പ്രവൃത്തി പോസിറ്റീവായ സന്ദർഭം, തന്നിരിക്കുന്നവയിൽ 3 മാത്രമാണ് പ്രവൃത്തി പോസിറ്റീവായ സന്ദർഭം, 2ഉം 3ഉമാണ് പ്രവൃത്തി പോസിറ്റീവായ സന്ദർഭം എന്നിങ്ങനെയൊക്കെയാണ് ഓപ്ഷൻ. അപ്പൊ ചോദിച്ചിരിക്കുന്നത് എന്താ? മുകളിൽ തന്നിരിക്കുന്ന 3 സന്ദർഭങ്ങളിൽ നിന്ന് പോസിറ്റീവ് പ്രവൃത്തി നടക്കുന്ന സന്ദർഭം കണ്ടെത്തുക, ഇത്രയേ ഉള്ളൂ. എന്നിട്ട് ABCDയിൽ ഏതാണ് ആൻസർ എന്ന് തെരഞ്ഞെടുത്ത് എഴുതുക. ഇതാണ് ചോദ്യം. അപ്പൊ അങ്ങനെ പറയുമ്പോൾ വളരെ സിമ്പിളാ. പോസിറ്റീവ് പ്രവൃത്തിയും നെഗറ്റീവ് പ്രവൃത്തിയും ഇങ്ങനെ 2 എണ്ണം ഉണ്ട്. നമ്മുടെ 9ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക്, പുതിയ ടെക്സ്റ്റ് ബുക്ക് മാറിയല്ലോ ഈ ഒരു അധ്യയന വർഷം മുതൽ. പുതിയ ടെക്സ്റ്റ് ബുക്കിലെ പ്രവൃത്തിയും ഊർജവും എന്ന് പറയുന്ന ചാപ്റ്റർ, പഴയ ടെക്സ്റ്റ് ബുക്കിലും ഇതൊക്കെ ഉണ്ട്. ഈ ഒരു ചാപ്റ്ററിൽ 112ാമത്തെ പേജിൽ പ്രവൃത്തിയും ഊർജവും എന്ന് പറയുന്ന ചാപ്റ്ററിൽ വ്യക്തമായിട്ട് ഇതാ ഇങ്ങനെ പറയുന്നുണ്ട്. ഇത് ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് എടുത്ത ഭാഗമാണ്. ഒരു വസ്തുവിൽ ബലം പ്രയോഗിച്ചത് മൂലം വസ്തുവിന് ബലത്തിന്റെ ദിശയിൽ സ്ഥാനാന്തരം ഉണ്ടാവുകയാണെങ്കിൽ ബലം വസ്തുവിൽ ചെയ്ത പ്രവൃത്തി പോസിറ്റീവാണ്. അപ്പൊ ബലം പ്രയോഗിച്ച ദിശയും ചലനം നടക്കുന്ന ദിശയും അല്ലെങ്കിൽ സ്ഥാനാന്തരം ഉണ്ടാവുന്ന ദിശയും ഒന്നാണെങ്കിൽ അവിടെ പോസിറ്റീവ് പ്രവൃത്തി. നേരെ ഓപ്പോസിറ്റ് ആണെങ്കിൽ, ബലം പ്രയോഗിക്കുന്ന ദിശയ്ക്ക് എതിർ ദിശയിലാണ് എന്ത് സംഭവിക്കുന്നത്, ചലനം ഉണ്ടാവുന്നത് അല്ലെങ്കിൽ സ്ഥാനാന്തരം ഉണ്ടാവുന്നതെങ്കിൽ അത് നെഗറ്റീവ് പ്രവൃത്തി. ഈ തന്നിരിക്കുന്ന 3 സന്ദർഭങ്ങൾ നമ്മൾ വളരെ പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ, കല്ല് മുകളിലേക്ക് എറിയുമ്പോൾ ഗുരുത്വാകർഷണ ബലം കല്ലിൽ ചെയ്യുന്ന പ്രവൃത്തി. അപ്പൊ ഇവിടുത്തെ ബലം ഗുരുത്വാകർഷണ ബലമാണ്. കല്ല് ചലിക്കുന്നത് മുകളിലോട്ടാണ്. നമുക്കറിയാം ഗുരുത്വാകർഷണ ബലം എപ്പോഴും താഴോട്ടാണ്. ഗുരുത്വാകർഷണ ബലത്തിന് എതിരായിട്ടാണ് കല്ല് ചലിക്കുന്നത് എന്നുള്ളത് കൊണ്ട് ഇത് നെഗറ്റീവ് പ്രവൃത്തിയാണ് ഒന്നാമത്തേത്. തെങ്ങിൽ നിന്ന് തേങ്ങ താഴേക്ക് വീഴുമ്പോൾ ഗുരുത്വാകർഷണം ചെയ്യുന്ന പ്രവൃത്തി. തേങ്ങ താഴോട്ടാണ് വീഴുന്നത്, ഗുരുത്വാകർഷണ ബലവും എങ്ങോട്ടാണ്, താഴോട്ടാണ്. അതുകൊണ്ട് ഇത് പോസിറ്റീവാണ്. 2ാമത്തെ സന്ദർഭം പോസിറ്റീവ് പ്രവൃത്തിയാണ്. കല്ല് മുകളിലേക്ക് എറിയുമ്പോൾ നാം പ്രയോഗിക്കുന്ന ബലം കല്ലിൽ ചെയ്യുന്ന പ്രവൃത്തി. അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? നമ്മൾ ബലം പ്രയോഗിക്കുന്ന എങ്ങോട്ടാ? കല്ല് മുകളിലോട്ട് എറിയുമ്പോൾ മുകളിലോട്ടാണ് നമ്മളും ബലം പ്രയോഗിക്കുന്നത്, അല്ലെ? കല്ല് നമ്മൾ ഇവിടുന്ന് അങ്ങ് ലോഞ്ച് ചെയ്യുവാണ്, മുകളിലോട്ടാണ് നമ്മൾ ബലം പ്രയോഗിക്കുന്നത്, കല്ലും മുകളിലോട്ടാണ് പോകുന്നത്. അതുകൊണ്ട് അത് പോസിറ്റീവ് പ്രവൃത്തിയാണ്. അപ്പൊ 2ഉം 3ഉമാണ് പോസിറ്റീവ്. ഓപ്ഷൻസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 2ഉം 3ഉം മാത്രമാണ് പ്രവൃത്തി പോസിറ്റീവായ സന്ദർഭം എന്ന് പറയുന്ന ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ ശരി ഉത്തരം. ഇപ്പൊ പ്രശ്നമൊന്നുമില്ലല്ലോ. ഇത് മിക്കവാറും എല്ലാ ആളുകളും ചോദ്യം മുഴുവനായിട്ട് വായിച്ചവർ എന്തായാലും ഇത് ആൻസർ ചെയ്തിട്ടുണ്ടാവും എന്നൊരു സമാധാനമുണ്ട്. ഈ ടോപ്പിക്ക് പ്രവൃത്തിയും ഊർജവും എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് ഇനി പരീക്ഷയ്ക്ക് എന്തൊക്കെ വരാമെന്ന് നമുക്ക് വളരെ പെട്ടെന്നൊന്ന് നോക്കാം. ഒരു സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്കാണ്, എന്നാൽ നിരന്തരം എല്ലാ ചോദ്യ പേപ്പറിലും ഈ ഭാഗത്ത് നിന്നൊരു ചോദ്യം ഉണ്ടാവും. പ്രവൃത്തി, ഊർജം, പവർ എന്ന് പറയുന്ന ഭാഗത്ത് നിന്നൊരു ചോദ്യം ഉണ്ടാവും. എന്താണ് പ്രവൃത്തി, ഊർജം, പവർ എന്ന് പറയുന്ന ചാപ്റ്ററിൽ എന്ന് പറയുന്ന സെഷനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ, പ്രവൃത്തി എന്താണ്, ഊർജം എന്താണ്, പവർ എന്താണ് എന്നുള്ളത്, അതിന്റെ അടിസ്ഥാന നിർവചനം,
നിർവചനമൊക്കെ എന്തായാലും നോക്കി വെക്കണം. നിർവചനം വേണം. ഇപ്പൊ പ്രവൃത്തിയുടെ കാര്യത്തിലാണെങ്കിൽ പോസിറ്റീവ് പ്രവൃത്തി എന്താ, നെഗറ്റീവ് പ്രവൃത്തി എന്താ, അങ്ങനെയുള്ള കാര്യങ്ങൾ വേണം. ഊർജത്തിലാണെങ്കിൽ നമ്മൾ 2 ഊർജങ്ങളാണ് പ്രധാനപ്പെട്ടത്, ഗതികോർജവും സ്ഥിതികോർജവും. യാന്ത്രികോർജത്തിന്റെ 2 ഊർജ രൂപങ്ങളായ ഗതികോർജവും സ്ഥിതികോർജവും, അവയുടെ സമവാക്യങ്ങൾ, അവ വെച്ചുള്ള സിമ്പിൾ പ്രോബ്ലംസ് ഒക്കെ ചോദിക്കാം. പിന്നെ പവർ, പിന്നെ ഈ പ്രവൃത്തി, ഊർജം, പവർ, ഈ 3 പേരുടെയും യൂണിറ്റുകളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. ഇതാണ് ഈ ഭാഗത്ത് നിന്ന് വരുന്ന സ്ഥിരം ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. പ്രവൃത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ തൊട്ടു മുമ്പ് തന്നെ പറഞ്ഞു, ബലം പ്രയോഗിച്ച ദിശയിൽ ഒരു വസ്തുവിന് സ്ഥാനാന്തരം ഉണ്ടായാൽ നമ്മൾ അതിനെ പ്രവൃത്തി നടന്നു എന്ന് പറയും. ആ സ്ഥാനാന്തരം ബലത്തിന്റെ അതേ ദിശയിലാണെങ്കിൽ പോസിറ്റീവ് പ്രവൃത്തിയും, എതിർ ദിശയിലാണെങ്കിൽ അത് നെഗറ്റീവ് പ്രവൃത്തിയുമാണ്. പ്രവൃത്തി കാണാനുള്ള സമവാക്യം എന്താ ഓർത്ത് നോക്കിയേ, ഈ ബലം ഇൻറ്റു സ്ഥാനാന്തരം. അപ്പൊ നിർവചനത്തിൽ തന്നെ ഉണ്ട് ബലം ഇൻറ്റു സ്ഥാനാന്തരം. ബലം ഇൻറ്റു സ്ഥാനാന്തരമാണ് പ്രവൃത്തി കാണാനുള്ള യൂണിറ്റ്, പ്രവൃത്തി കാണാനുള്ള സമവാക്യം. ഇത് അളക്കുന്ന യൂണിറ്റ് ജൂളാണ്. പ്രവൃത്തി അളക്കുന്ന യൂണിറ്റ് SI യൂണിറ്റ് എന്ന് പറയുന്നത് ജൂളാണ്. പ്രവൃത്തി ഒരു അതിശ അളവാണ്. അപ്പൊ ഇവിടെ ഒരു കൺഫ്യൂഷൻ ചിലപ്പോൾ വരാം. പ്രവൃത്തിയുടെ സമവാക്യത്തിലുള്ള ബലവും സ്ഥാനാന്തരവും സദിശ അളവുകളാണ്. ബലവും സ്ഥാനാന്തരവും നമ്മൾ ദിശ ചേർത്ത് പറയേണ്ട സദിശ അളവുകളായിട്ട് തന്നെയാണ് പഠിക്കുന്നത്. പക്ഷേ ബലം ഇൻറ്റു സ്ഥാനാന്തരം ചെയ്തപ്പോൾ കിട്ടുന്ന പ്രവൃത്തി എന്താണ്, ആ ദിശ അളവാണ്. ദിശ പറയേണ്ട കാര്യമില്ല. ഇത്ര പ്രവൃത്തി ചെയ്തു എന്നുള്ളതിന് ദിശ പറയേണ്ട കാര്യമില്ല. അടുത്ത ടേം വരുന്നത് പ്രവൃത്തിയുടെ തന്നെ മറ്റൊരു രൂപമായ ഊർജമാണ്. പ്രവൃത്തി ചെയ്യാനുള്ള കഴിവാണ് ഊർജം. ഇതാണ് ഇതിന്റെ നിർവചനം, ദ എബിലിറ്റി ടു ഡു വർക്ക്. പ്രവൃത്തി ഒരിടത്ത് സംഭരിച്ചു വെച്ചാൽ ഊർജമായി. പ്രവൃത്തി തന്നെയാണ് ഊർജം. ഊർജം സംഭരിച്ചു വെച്ച് നമ്മൾ പ്രവൃത്തിയാക്കി മാറ്റും, പ്രവൃത്തി ചെയ്യും. ഇപ്പൊ പുറത്തോട്ട് വിട്ടു കഴിഞ്ഞാൽ അത് പ്രവൃത്തി, അകത്തെടുത്ത് വെച്ച് കഴിഞ്ഞാൽ അത് ഊർജം. ഇങ്ങനെ മനസ്സിൽ വെക്കുക. ഈ പ്രവൃത്തി ചെയ്യാൻ നമ്മൾ സംഭരിച്ചു വെച്ചിരിക്കുന്ന ആ കഴിവിനെയാണ് എന്തെന്ന് പറയുന്നത്, ഊർജം എന്ന് പറയുന്നത്. ഊർജത്തിന്റെ യൂണിറ്റും ജൂളാണ്. പ്രവൃത്തി തന്നെയാണ് ഊർജം എന്നുള്ളത് കൊണ്ട് ഊർജത്തിന്റെ യൂണിറ്റും ജൂളാണ്. അതേപോലെ തന്നെ ഊർജത്തിന് കലോറി എന്ന് പറയുന്ന ഒരു യൂണിറ്റ് നമ്മളൊക്കെ കേട്ടിട്ടുള്ള കലോറി എന്ന് പറയുന്ന ഒരു യൂണിറ്റ് ഉണ്ട്. അവിടുന്ന് ഒരു ചോദ്യം, ഒരു കലോറി എത്ര ജൂളാണ് എന്നുള്ളത് സ്ഥിരം വരുന്ന ഒരു ചോദ്യമാണ്. ഒരു കലോറി 4.2 ജൂൾ ചേർന്നതാണ്. ഒരു കലോറി എന്ന് പറയുന്നത് 4.2 ജൂൾ ചേർന്നതാണ്. അങ്ങനെ 4200ഓളം ജൂൾ ആയി കഴിഞ്ഞാൽ 1 കിലോ കലോറി ആയി. ഈ 4200 ജൂൾ, അതായത് 4184, റൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ 4200 ജൂൾ എന്ന് പറയുന്നത് നമ്മൾ വെള്ളത്തിന്റെ വിശിഷ്ട താപധാരിത എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്. അതേപോലെ ചോദ്യം വരുന്ന മറ്റൊരു ഭാഗമാണ് ഊർജത്തിന്റെ CGS യൂണിറ്റ്. SI യൂണിറ്റ് ആണ് ജൂള്. CGS സിസ്റ്റത്തിലെ ഊർജത്തിന്റെ യൂണിറ്റ് എർഗ് ആണ്. എർഗ് അത് മനസ്സിൽ വെക്കാൻ വേണ്ടി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഊർജം എന്ന് ഇംഗ്ലീഷിൽ എഴുതിയാൽ എനർജി, എനർജിയിലെ ERG എടുത്തു കഴിഞ്ഞാൽ എർഗ് ആണ്. ഓക്കെ, ഈ ഒരു എർഗ് എന്ന് പറഞ്ഞാൽ 10⁻⁻7 ജൂളാണ്. ഇതും സ്ഥിരം ചോദ്യമാണ്. ഒരു എർഗ് 10⁻⁻7 ജൂളാണ്. നേരെ തിരിച്ചു പറഞ്ഞാൽ ഒരു ജൂള് 10⁻7 എർഗാണ്. ഏതാണ് വലുത് ഏതാണ് ചെറുത് നോക്കുക. എർഗാണ് ചെറുത്. ഇപ്പൊ 10⁻7 എർഗ് ചേർന്നാലേ ഒരു ജൂളാവും. തിരിച്ചു പറയുമ്പോൾ ഒരു ജൂൾ എന്ന് പറഞ്ഞാൽ 10⁻⁻7 എർഗാണ്. ഒരു ജൂൾ എന്ന് പറഞ്ഞാൽ 10⁻7, ഒന്നുകൂടെ പറയാം, ഒരു ജൂളാണ് വലുത്. 10⁻7 എർഗ് ചേർന്നാലാണ് ഒരു ജൂൾ ആവുന്നത്. നേരെ തിരിച്ച് നമ്മൾ പറയുന്ന സമയത്ത് ഒരു എർഗ് എന്ന് പറഞ്ഞാൽ 10⁻⁻7 ജൂളാണ്. ഈ ഒരു കണക്ഷൻ ഒന്ന് ഓർത്തു വെക്കുക. ഊർജത്തിലെ 2 രൂപങ്ങൾ, ഗതികോർജവും സ്ഥിതികോർജവും സ്ഥിരം ചോദ്യമാണ്. ചലനം കൊണ്ട് വസ്തുവിനുണ്ടാവുന്ന ഊർജം, ഒരു വസ്തുവിന് പ്രവേഗം കൊണ്ടുണ്ടാവുന്ന ഊർജം എന്നൊക്കെ പറഞ്ഞാൽ അത് ഗതികോർജമാണ്, കൈനറ്റിക് എനർജി. 12 mv² ആണ് സമവാക്യം. സമവാക്യത്തിലെ m മാസാണ്, v പ്രവേഗമാണ്. മാസ് കൂടിയാലും ഗതികോർജം കൂടും, പ്രവേഗം കൂടിയാലും ഗതികോർജം കൂടും. ഇതിവിടുന്ന് വരുന്ന മറ്റു ചില ചോദ്യങ്ങളാണ്, മാസ് ഇരട്ടിയായി പ്രവേഗം ഇരട്ടിയായി എങ്കിൽ ഗതികോർജം എത്ര? ഇങ്ങനെയുള്ള ചോദ്യമൊക്കെ ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 2ാം ഘട്ട പരീക്ഷയിലോ മറ്റോ ഇങ്ങനെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു. പ്രവേഗം ഇരട്ടിയായാൽ ഗതികോർജത്തിൽ എന്ത് സംഭവിക്കും? അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക? ഈ സമവാക്യത്തിൽ പ്രവേഗത്തിന്റെ v എന്നുള്ളിടത്ത് 2v എന്നാക്കുക. ഇപ്പൊ v² എന്നുള്ളത് 4v എന്നായിട്ട് മാറും. അപ്പൊ എന്ത് സംഭവിച്ചു? ഗതികോർജം 4 ഇരട്ടിയായിട്ട് കൂടി. അങ്ങനെയൊക്കെയാണ് നമ്മൾ ഇത് കണ്ടുപിടിക്കുന്നത്. നമ്മളത് ചെയ്തിട്ടുള്ളതാണ് പലതവണയായിട്ട്. അത്തരം ചോദ്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ഗതികോർജത്തിൽ നിന്ന്. അതേപോലെ സ്ഥിതികോർജത്തിൽ നിന്ന് വരാവുന്നത്, ഒരു വസ്തുവിന് സ്ഥാനം കൊണ്ട് ലഭ്യമാവുന്നത്, അല്ലെങ്കിൽ ഒരു ഉയരം കൊണ്ട് ലഭ്യമാവുന്നത്, അതിന്റെ സ്ഥിതി കൊണ്ട് ലഭ്യമാവുന്ന ഊർജം, ഇതൊക്കെ എന്താണ്? ഇത് സ്ഥിതികോർജമാണ്. ഉയരമുള്ള വസ്തുവിനുള്ള ഊർജമാണ് സ്ഥിതികോർജം. അതിന്റെ സമവാക്യത്തിൽ mgh എന്ന് പറയുന്നതിൽ h ഉയരമാണ്.
എം ആ വസ്തുവിന്റെ മാസും ജി എന്താണ്, ഗുരുത്വാകർഷണ ത്വരണവുമാണ്. ഇപ്പൊ സ്ഥിതികോർജം കാണാനുള്ള സമവാക്യം mgh ആണ്. ജി നമ്മൾ 9.8 എന്ന് സാധാരണ രീതിയിൽ എടുക്കും. ഭൂമിയിൽ അത് 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് അല്ലെ. മാസും ഉയരവുമാണ് നമുക്ക് വേണ്ടത് സ്ഥിതികോർജം കാണാൻ. പിന്നെ ഒരൊറ്റ ടേം ആണ് ആ ചാപ്റ്ററിൽ പിന്നെ ശ്രദ്ധിക്കേണ്ടത്. നമ്മളത് പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ് അതിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. പ്രവൃത്തി, ഊർജം, പവർ. അടുത്ത ടേം ഏതാണ്? പവർ. നമ്മൾ പറയുന്ന പ്രവൃത്തിയുടെ നിരക്കാണ് പവർ, അങ്ങനെയാ പറയുക വളരെ സിമ്പിൾ ആയിട്ട്. പ്രവൃത്തിയുടെ നിരക്ക് എന്ന് ഓർത്താൽ മതി. പ്രവൃത്തിയുടെ നിരക്ക് എന്ന് പറയുമ്പോൾ ഒരു സെക്കൻഡിൽ എത്ര പ്രവൃത്തി ചെയ്തു. ഈ ഒരു സെക്കൻഡ് എന്ന് പറഞ്ഞാൽ സമയത്തിന്റെ യൂണിറ്റ് ആണ്. അപ്പൊ യൂണിറ്റ് സമയത്ത് ചെയ്ത പ്രവൃത്തി അതിനാണ് എന്തെന്ന് പറയുന്നത്, നമ്മൾ പവർ എന്ന് പറയുന്നത്. അപ്പൊ യൂണിറ്റ് സമയത്ത് ചെയ്ത പ്രവൃത്തി എന്നോ പ്രവൃത്തിയുടെ നിരക്ക് എന്നോ ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, അത് പവറാണ്. അപ്പൊ അതെങ്ങനെ കാണുക, പ്രവൃത്തി ബൈ സമയം. പ്രവൃത്തിയെ സമയം കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ ഒരു സെക്കൻഡിൽ ചെയ്ത പ്രവൃത്തി കിട്ടും. ഇതാണ് പവർ. പവറിന്റെ യൂണിറ്റ് വാട്ട്സ് ആണ്. വാട്ട്സ് ആണ് പവറിന്റെ യൂണിറ്റ്. ഈ വാട്ട്സ് എന്ന് പറയുന്ന ഒരു യൂണിറ്റ് ഉപയോഗിക്കുന്നുണ്ട്. അതല്ലാതെ മറ്റൊരു യൂണിറ്റ് പവറിന് ഉപയോഗിക്കുന്നതാണ് HP, ഹോഴ്സ് പവർ. ഇതൊരു സ്ഥിരം ചോദ്യമാണ്. 746 വാട്ട്സ് ആണ്. 746 വാട്ട്സ് ആണ് ഒരു HP എന്ന് പറയുന്നത്. അപ്പൊ നമ്മളിപ്പോ പ്രവൃത്തി, ഊർജം, പവർ എന്ന് പറയുന്ന ആ ഏരിയയിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങളൊന്ന് ഓർമ്മിപ്പിച്ചു എന്നേ ഉള്ളൂ. അതിലെ പ്രോബ്ലംസ് ഒക്കെ ഒന്നുകൂടെ ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. കൈനറ്റിക് എനർജി വരുന്നതും സിമ്പിൾ ക്വസ്റ്റ്യൻസേ വരൂ. കൈനറ്റിക് എനർജിയുടെയും അതേപോലെ പൊട്ടൻഷ്യൽ എനർജിയുടെയും ചോദ്യങ്ങളൊക്കെ ഒന്ന് നോക്കുക. നമ്മൾ ഫിസിക്സിലെ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു. ചോദ്യം വന്നിരിക്കുന്നത് കോൺകേവ് ദർപ്പണത്തിന്റെ ഭാഗത്ത് നിന്നാണ്. ദർപ്പണങ്ങൾ, ഗോളീയ ദർപ്പണങ്ങൾ എന്ന് പറയുന്ന ഭാഗത്ത് നിന്നാണ്. നമ്മൾ ഗോളീയ ദർപ്പണങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോൾ കോൺകേവ് ദർപ്പണം എടുത്തിട്ട് അതിലെ പ്രതിബിംബ രൂപീകരണം, 6 തരം പ്രതിബിംബ രൂപീകരണം ഡിസ്കസ് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് ഇതാണ് ഇവിടുന്ന് ചോദ്യം വരാൻ പോകുന്നത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു 2-3 പോയിന്റുകൾ, ഈ 6 എണ്ണത്തിൽ നിന്ന് ഒരു 2-3 പോയിന്റ് എടുത്ത് പറഞ്ഞിരുന്നു. അതിൽ ഒരെണ്ണമാണ് ഈ ചോദ്യം വന്നിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ഒരു ആത്മവിശ്വാസം കൂടെയാണത്. കാരണം ആ ഭാഗത്ത് നിന്ന് ഏത് ചോദ്യം ചോദിക്കാമെന്ന് നമ്മൾ ചിന്തിക്കുന്നത് ആ ചോദ്യം ഇടുന്ന ആളുടെ മാനസികാവസ്ഥ കൂടെ മനസ്സിലാക്കിയാണ്. ഇപ്പൊ ഇവിടെ ചോദ്യം, കോൺകേവ് ദർപ്പണത്തിന്റെ എഫിനും പിക്കും ഇടയിൽ വെച്ചിരിക്കുന്ന വസ്തു രൂപീകരിക്കുന്ന പ്രതിബിംബത്തിന്റെ സ്വഭാവം എന്ത് എന്നാണ് ചോദ്യം. കോൺകേവ് ദർപ്പണം, ഉള്ളിലേക്ക് കുഴിഞ്ഞിരിക്കുന്ന ദർപ്പണം. അതിന് മുന്നിൽ വസ്തു 6 സ്ഥാനങ്ങളിലായിട്ട് മാറ്റി വെക്കാം അല്ലെ. അതില് 6ാമത്തെ പൊസിഷനാണ്, ഏറ്റവും അടുത്ത് വരുന്ന പൊസിഷനാണ് ഈ എഫിനും പിക്കും ഇടയ്ക്ക് എന്ന് പറയുന്നത്. ഫോക്കസിനും പോളിനും ഇടയ്ക്ക് എന്ന് പറയുന്നത്. പോള് എന്ന് പറയുന്നത് എവിടെയാണ്? കണ്ണാടിയിൽ തന്നെയാണ്. ഫോക്കസും പോളും അതിനിടയിലുള്ള പൊസിഷൻ എന്ന് പറഞ്ഞാൽ 6ാമത്തെ പൊസിഷൻ കണ്ണാടിയോട് ഏറ്റവും ചേർന്നിരിക്കുന്ന പൊസിഷനാണ്. അപ്പൊ ഇവിടെ ഇരിക്കുന്ന സമയത്ത് ഉള്ള പ്രതിബിംബത്തിന്റെ പ്രത്യേകത എന്താണ് എന്നാണ് ഇവിടെ ചോദ്യം. അപ്പൊ അതെന്തുകൊണ്ടാണ് ഈ 6 എണ്ണത്തിൽ ഇത് മാത്രം ചോദിച്ചത്? ഈ ഒരു പ്രതിബിംബത്തിന് മറ്റുള്ളതിൽ നിന്ന് നല്ല വ്യത്യാസമുണ്ട്. നമ്മൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, കോൺകേവ് ദർപ്പണത്തിലെ 5 കേസിലും യഥാർത്ഥ പ്രതിബിംബം ഉണ്ടാവുമ്പോൾ ഈ 6ാമത്തെ ഒറ്റ കേസിൽ മാത്രമാണ് എന്തുണ്ടാവുന്നത്? മിഥ്യാ പ്രതിബിംബം ഉണ്ടാവുന്നത് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മിഥ്യാ പ്രതിബിംബം ഉണ്ടാവുന്ന ഒരേ ഒരു കേസ് അതാണ്. അതായത് കണ്ണാടിയുടെ പുറകിലാണ് പ്രതിബിംബം ഉണ്ടാവുന്നത്. പിന്നെ ഈ 6 കേസിലും കൂടെ നിവർന്നു നിൽക്കുന്ന ഒരേ ഒരു പ്രതിബിംബം കിട്ടുന്നതും ഈ 6ാമത്തെ കേസിലാണ്. എഫിനും പിക്കും ഇടയിൽ വസ്തു വെക്കുമ്പോഴാണ്. അതും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് അത് ചോദ്യമായിട്ട് വരും എന്ന് നമ്മൾ പറഞ്ഞത്. ഈ 6 കേസിലും നിവർന്നു നിൽക്കുന്ന ഒരേ ഒരു പ്രതിബിംബം, വസ്തു കണ്ണാടിക്ക് പുറകിലുള്ള മിഥ്യാ പ്രതിബിംബം, ഇത് രണ്ടും വരുന്ന ഒറ്റ കേസേ ഉള്ളൂ. പിന്നെ സ്വാഭാവികമായിട്ട് വസ്തുവിനേക്കാൾ വലുതാണ് പ്രതിബിംബം. വലുതാക്കി കാണിക്കാനാണ് നമ്മൾ അങ്ങനെ വസ്തു അടുത്ത് കൊണ്ടുപോയി വെക്കുന്നത്. ഇതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം കൂടെ ചേർന്ന് വരുന്നത്, വസ്തുവിനേക്കാൾ വലുത്, മിഥ്യ, നിവർന്നത്, ഇതെല്ലാം കൂടെ ചേർന്ന് വരുന്നത് ഓപ്ഷൻ ഡി ആണ്. എവിടെന്നായി ചോദ്യം ചോദിച്ചിരിക്കുന്നത്? 8ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക് ആണ്. 8ാം ക്ലാസ്സിലെ അടിസ്ഥാന ശാസ്ത്രം, പ്രകാശ പ്രതിപതനം, ഗോളീയ ദർപ്പണങ്ങളിൽ എന്ന് പറയുന്ന ചാപ്റ്റർ 256ാമത്തെ പേജ്. 6 കേസിൽ ഇത് 6ാമത്തെ കേസ് ഇതേപോലെ തന്നിട്ടുണ്ട്. എഫിനും പിക്കും ഇടയിൽ വസ്തു വയ്ക്കുന്ന സമയത്ത് അവിടെ ഉണ്ടാവുന്ന പ്രതിബിംബം ഒന്ന് നോക്കി. ഇവിടെ ഉണ്ടാവുന്ന ഇതാണ് പ്രതിബിംബം. ഈ ഡോട്ടിട്ട് വരച്ചതാണ് പ്രതിബിംബം. കണ്ണാടിയുടെ പുറകിലാണ്. അപ്പൊ അതിന്റെ പ്രത്യേകത എന്താ? കണ്ണാടിയുടെ പുറകിൽ വരുമ്പോൾ മിഥ്യ, കണ്ണാടിയുടെ മുന്നിൽ വന്നാലാണ് യഥാർത്ഥ പ്രതിബിംബം. പിന്നെ വലുതല്ലേ, വസ്തുവിനേക്കാൾ വലുതല്ലേ ഉണ്ടായിരിക്കുന്നത്? അതെ. പിന്നെ എന്താ? നേരെ നിവർന്നു നിൽക്കുന്നതാണ്. അപ്പൊ ഇത് മൂന്നുമാണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞ് നമ്മൾ
നമ്മുടെ എല്ലാ ക്ലാസ്സിലും ഈ ഗോളീയ ദർപ്പണങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോഴൊക്കെ നമ്മൾ എടുത്തെടുത്ത് പറഞ്ഞ ഒരു ചോദ്യമാണ്. അപ്പൊ ഇത് ഈ കോൺകേവ് ദർപ്പണത്തിലെയും കോൺവെക്സ് ദർപ്പണത്തിലെയും ഒക്കെ പ്രതിബിംബ രൂപീകരണം, അതേപോലെ തന്നെ ലെൻസുകളിലും ഇത് പഠിക്കുന്ന പോലെ തന്നെ ലെൻസുകളിലും നമ്മൾ പഠിക്കുന്നുണ്ട്. ലെൻസുകളിലേക്ക് പോകുമ്പോൾ കോൺകേവ് ദർപ്പണത്തിൽ പഠിച്ചത് മുഴുവൻ കോൺവെക്സ് ലെൻസിലാണ് പഠിക്കുന്നത്. 6 തരം പ്രതിബിംബ രൂപീകരണമൊക്കെ കോൺവെക്സ് ലെൻസിലാണ് പഠിക്കുന്നത്. അവിടെയും ഇതേപോലെ എഫിനും പിക്കും ഇടയിൽ വെക്കുന്നുണ്ട്. അവിടെ ഇതേപോലെയാണ് പ്രതിബിംബം ഉണ്ടാവുന്നത്. ലെൻസിന്റെ പ്രകാശം പുറപ്പെടുന്ന അതേ സൈഡിൽ നിവർന്നു നിൽക്കുന്ന വലിയ പ്രതിബിംബം ഉണ്ടാവുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മൾ ലെൻസിന്റെ കാര്യത്തിലും പഠിക്കുന്നുണ്ട്. അപ്പൊ ഇത് സ്ഥിരം ചോദ്യമാണ്, ഈ എഫിനും പിക്കും ഇടയിൽ ഉണ്ടാവുന്നത്. ഇത് പ്രതിബിംബത്തിന്റെ പ്രത്യേകത എന്താണെന്ന് നമ്മൾ പറഞ്ഞു. നമ്മൾ ഈ 6 കേസുകൾ വളരെ പെട്ടെന്നൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒന്നുകൂടെ ഇവിടുന്ന് വരാവുന്ന ചോദ്യങ്ങൾ, ഇനി പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങൾ പറയാം. ഒന്ന്, ഇപ്പൊ നമ്മൾ ഈ കാണിച്ചിരിക്കുന്ന ചിത്രങ്ങളിൽ വസ്തു എവിടെയാണ് ഇരിക്കുന്നത് നോക്കൂ. വസ്തു ഇപ്പോൾ ചിത്രത്തിൽ ഒന്നാമത്തെ ചിത്രത്തിലെ എഫിനും പിക്കും ഇടയിലാണ് വെച്ചിരിക്കുന്നത്. രണ്ടാമത്തതിൽ വരുമ്പോൾ എഫിൽ വെച്ചിരിക്കുന്നു. മൂന്നാമത്തത് വരുമ്പോൾ എഫിന് പുറത്ത് വെച്ചിരിക്കുന്നു. എഫിനും സിക്കും ഇടയ്ക്കാണ് വസ്തു ഇരിക്കുന്നത്, കാണുന്നുണ്ടാവും. അപ്പൊ അകന്നാണ് പോകുന്നത്. ഇവിടുത്തെ ഈ തന്നിരിക്കുന്ന ചിത്രത്തിൽ 1, 2, 3 എന്ന് പറഞ്ഞ 6ാമത്തെ ചിത്രത്തിൽ എത്തുമ്പോൾ വസ്തു ഒരുപാട് അകലെയാണ്. അപ്പോ അടുത്ത് നിന്ന് അകലേക്കാണ് ഈ ഓർഡർ തന്നിരിക്കുന്നത്. നമുക്ക് തിരിച്ച് അകലെ നിന്ന് അടുത്തേക്ക് അങ്ങനെയും ചിന്തിക്കാം. എങ്ങനെ ഓർത്താലും കുഴപ്പമില്ല. ചോദ്യം ഇതാണ്, അകലെ നിന്ന് അടുത്തേക്ക് വസ്തു കൊണ്ടുവരുമ്പോൾ പ്രതിബിംബത്തിന്റെ വലിപ്പത്തിന് എന്ത് സംഭവിക്കുന്നു? ഇതൊരു ചോദ്യം. അകലെ നിന്ന് അടുത്തേക്ക് വസ്തു വരുമ്പോൾ കോൺകേവ് ദർപ്പണത്തിൽ പ്രതിബിംബത്തിന്റെ വലിപ്പത്തിന് എന്ത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ നോക്കൂ, ഏറ്റവും അകലെ ഇരിക്കുന്നത് ഈ 6ാമത്തെ കേസിലാണ്. ഇവിടെ പ്രതിബിംബം ഒരു ഡോട്ട് പോലെയാണ്. പിന്നെ പ്രതിബിംബം അടുത്തേക്ക് വരുംതോറും പ്രതിബിംബത്തിന്റെ വലിപ്പം കൂടി വരുന്നത് കാണാൻ പറ്റും. ഈ 1ാമത്തെ കേസിൽ എത്തുമ്പോൾ പ്രതിബിംബം ഏറ്റവും അടുത്തെത്തുന്ന സമയത്ത് നോക്കിയേ, വസ്തു ഏറ്റവും അടുത്തെത്തുന്ന സമയത്ത് നോക്കിയേ പ്രതിബിംബം വലുതാണ്. അപ്പൊ പ്രതിബിംബത്തിന് വലിപ്പം കൂടി വരുന്നു. ഇതൊരു ചോദ്യം. വസ്തുവിന്റെ അതേ വലിപ്പത്തിൽ പ്രതിബിംബം കിട്ടുന്നത് എപ്പോൾ? 2ാമത്തെ ചോദ്യം ഒന്നുകൂടെ ശ്രദ്ധിക്കുക. വസ്തുവിന്റെ അതേ വലിപ്പത്തിൽ പ്രതിബിംബം കിട്ടുന്നത് എപ്പോഴാണ്? ഏത് കേസിലായി തന്നിരിക്കുന്നതിൽ? 4ാമത്തെ കേസ് നോക്കിയേ. വസ്തുവിന്റെ അതേ വലിപ്പത്തിലാണ് പ്രതിബിംബം. പക്ഷെ ഒന്ന് മുകളിലോട്ടും ഒന്ന് താഴോട്ടുമാണെന്നേ ഉള്ളൂ. പ്രതിബിംബം തലതിരിഞ്ഞതാണെന്നേ ഉള്ളൂ. അതേ വലിപ്പമാണ്. എവിടെയാണ് ആ സമയത്ത് വസ്തു ഇരിക്കുന്നത്? സിയിൽ, വക്രതാകേന്ദ്രത്തിൽ. വക്രതാകേന്ദ്രം സിയിൽ വസ്തു ഇരിക്കുമ്പോഴാണ് വസ്തുവിന്റെ അതേ വലിപ്പത്തിൽ പ്രതിബിംബം കിട്ടുന്നത്. ഇതൊരു ചോദ്യം. ഇനി വരുന്ന അടുത്ത ചോദ്യം, പ്രതിബിംബം ഉണ്ടാവാത്ത സാഹചര്യം അഥവാ പ്രതിബിംബം അനന്തതയിൽ രൂപപ്പെടുന്ന സാഹചര്യം. നമുക്ക് കാണാൻ പറ്റില്ല പ്രതിബിംബം ഉണ്ടാവാത്ത സാഹചര്യം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ ഈ തന്നിരിക്കുന്നതിലെ 2ാമത്തെ ചിത്രം നോക്കിയേ. വസ്തു ഇരിക്കുന്നത് ഫോക്കസിൽ, എഫിൽ വസ്തു ഇരിക്കുമ്പോൾ പ്രതിബിംബം എവിടെ ഉണ്ടാവുന്നില്ല. പ്രതിബിംബം നമ്മൾ കാണുന്നില്ല. കാരണം കണ്ണാടിയിൽ തട്ടി തിരിച്ചു പോകുന്ന പ്രതിപതന രശ്മികള് സമാന്തരമായിട്ട് കടന്നു പോകുന്നു. അവർ കൂട്ടിമുട്ടുന്നില്ല. കൂട്ടിമുട്ടിയാലേ പ്രതിബിംബം ഉണ്ടാവും. അപ്പൊ ഇത് അടുത്ത ചോദ്യം. പിന്നെയുള്ള ചോദ്യമാണ് ഇപ്പോ ക്വസ്റ്റ്യൻ ആയിട്ട് വന്നത്. എന്താണ്? എഫിനും പിക്കും ഇടയിൽ വസ്തു വെക്കുമ്പോൾ ഉണ്ടാവുന്ന പ്രതിബിംബത്തിന്റെ പ്രത്യേകതകൾ. നേരെ തിരിച്ചു ചോദിച്ചാൽ കോൺകേവ് ദർപ്പണത്തിൽ ഒരേ ഒരു മിഥ്യാ പ്രതിബിംബം ഉണ്ടാവുന്നത് എപ്പോൾ? കോൺകേവ് ദർപ്പണത്തിൽ ഒരേ ഒരു നിവർന്നു നിൽക്കുന്ന പ്രതിബിംബം ഉണ്ടാവുന്നത് എപ്പോൾ എന്നൊക്കെ ചോദിച്ചാൽ എപ്പോഴാണ്? എഫിനും പിക്കും ഇടയിൽ വസ്തു വെക്കുന്ന സമയത്ത്. അപ്പൊ ഇതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, അകലെ നിന്ന് അടുത്തേക്ക് വരുമ്പോൾ പ്രതിബിംബം വലുതാവുന്നു. സിയിൽ വെക്കുന്ന സമയത്ത് ഒരേ വലിപ്പത്തിലുള്ള വസ്തുവും പ്രതിബിംബവും നമുക്ക് കിട്ടുന്നു. അഥവാ വസ്തുവിന്റെ അതേ വലിപ്പത്തിൽ പ്രതിബിംബം കിട്ടുന്നു. പ്രതിബിംബം ഉണ്ടാവാത്ത അവസ്ഥ എപ്പോഴാണ്? എഫിൽ വസ്തു വെക്കുമ്പോഴാണ്. നിവർന്നു നിൽക്കുന്ന വലിയ മിഥ്യാ പ്രതിബിംബം ലഭിക്കുന്നത് എപ്പോഴാണ്? എഫിനും പിക്കും ഇടയിൽ വസ്തു വെക്കുമ്പോഴാണ്. ഇതാണ് ഇവിടുന്ന് ചോദ്യത്തിനുള്ള സാധ്യതകൾ. ഓക്കെ, അപ്പൊ ഇത് കൃത്യമായിട്ട് നോക്കുക. ഒന്നുകൂടെ കോൺകേവ് കോൺവെക്സ് ദർപ്പണത്തിന് ഒരേ ഒരു പ്രതിബിംബ രൂപീകരണമേ ഉള്ളൂ. എവിടെ വെച്ചാലും മുഖ്യ ഫോക്കസിനും പോളിനും ഇടയിൽ പ്രതിബിംബം രൂപപ്പെടും. ചെറുതായിരിക്കും, മിഥ്യയായിരിക്കും, നിവർന്നിരിക്കുന്നതായിരിക്കും. അപ്പൊ ഈ പ്രത്യേകത ഉള്ളത് കൊണ്ടാണ്, ചെറിയ നിവർന്നിരിക്കുന്ന പ്രതിബിംബം കിട്ടുന്നു എന്നുള്ള പ്രത്യേകത ഉള്ളത് കൊണ്ടാണ് ഇതിനെ നമ്മൾ റിയർ വ്യൂ മിറർ ആയിട്ട് ഉപയോഗിക്കുന്നത്. ഏതാണ് റിയർ വ്യൂ മിറർ ആയിട്ട് ഉപയോഗിക്കുന്നത്? കോൺവെക്സ് ദർപ്പണമാണ്. ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ 3ാമത്തെ ചോദ്യം, മനുഷ്യരുടെ ശ്രവണ പരിധി എത്രാമത്തെ വട്ടമാണെന്നറിയോ ഈ അടുത്ത് നടന്ന പരീക്ഷയിൽ ചോദ്യം വരുന്നത്? LDC പരീക്ഷ, LGSന്റെ പരീക്ഷ, ഇതിപ്പോ 10th ലെവൽ പ്രിലിംസിന്റെ പരീക്ഷ. ഈ ചോദ്യം ആവർത്തിച്ച് എത്രയോ ചോദ്യപേപ്പറുകൾ അടുപ്പിച്ച് വരുന്നുണ്ട്. മനുഷ്യരുടെ ശ്രവണ പരിധി ഇതിപ്പോ എല്ലാവരും എഴുതിയിട്ടുണ്ടാവും, ശരിയാക്കിയിട്ടുണ്ടാവും. 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെ. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം.
8ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിലാണ് ശബ്ദത്തെക്കുറിച്ച് പറയുന്നത്. 10ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിലും ശബ്ദത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. 8ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിലാണ് ഈ ശ്രവണ പരിധിയെ കുറിച്ചൊക്കെ പറയുന്നത്. പേജ് 272 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെയാണ് മനുഷ്യർക്ക് കേൾക്കാവുന്ന ശബ്ദത്തിന്റെ പരിധി എന്ന് പറയുന്നുണ്ട്. ഈ 20 ഹെർട്സിന് താഴെയുള്ള ശബ്ദത്തെ നമ്മൾ ഇൻഫ്രാസോണിക് ശബ്ദമെന്നും 20ന് മുകളിലുള്ള ശബ്ദത്തെ അൾട്രാസോണിക് ശബ്ദമെന്നും വിളിക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അവിടെ നിന്ന് വളരെ പ്രധാനപ്പെട്ട പോയിന്റുകൾ മാത്രം ഒന്ന് എടുത്ത് പറയുന്നു, ശ്രദ്ധിക്കുക. ചില വാക്കുകളൊന്ന് ഓർമ്മിപ്പിക്കുവാണ്. ഇപ്പോ കേൾക്കുന്ന ശബ്ദത്തിന്റെ തീവ്രതയെ പറയുന്ന പേരാണ് പിച്ച് അല്ലെങ്കിൽ ശ്രുതി എന്ന് പറയും. മറ്റൊരു വാക്കാണ് സ്ഥായി. ശബ്ദവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വാക്കാണ് പിച്ച് അല്ലെങ്കിൽ ശ്രുതി എന്ന് നമ്മൾ പറയുന്നത്. ശബ്ദത്തിന്റെ ശ്രുതി, സംഗീതത്തിന്റെയൊക്കെ ശ്രുതിയെ കുറിച്ചൊക്കെ ഈ റിയാലിറ്റി ഷോസിലൊക്കെ ജഡ്ജസ് ചർച്ച ചെയ്യുന്നതൊക്കെ കേട്ടിട്ടുണ്ടാവും. ശ്രുതി തെറ്റി, ശ്രുതി പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ചർച്ച ചെയ്യുന്നത്. അത് ആ ശ്രുതി ഏതാണ്? ആ തെറ്റിപ്പോകുന്ന ശ്രുതി പിച്ചാണ്, പിച്ച്. അപ്പൊ ഉയർന്ന പിച്ച് എന്ന് പറഞ്ഞാൽ നല്ല തീവ്രതയുള്ള ശബ്ദമാണ്, ചെവിയിൽ തുളച്ചു കയറും. ഇപ്പൊ ലോ പിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? തീവ്രത കുറഞ്ഞ ശബ്ദമാണ്. അതേപോലെ തന്നെ ഒരു ശബ്ദം നമ്മൾ കേട്ടാൽ അതിനെ നമ്മളെ തിരിച്ചറിയാൻ സഹായിക്കുന്ന നമ്മുടെ തലച്ചോറിന്റെ പ്രത്യേകത അല്ലെങ്കിൽ ചെവിയുടെ പ്രത്യേകത, അതിനെ പറയുന്ന പേരാണ് ഗുണം അല്ലെങ്കിൽ ക്വാളിറ്റി. ടിംബർ എന്ന് പറഞ്ഞ മറ്റൊരു വാക്കുണ്ട് ഇംഗ്ലീഷിൽ, ഗുണം എന്ന് പറയും. അപ്പൊ നമ്മൾ ഇവിടെ ഇരുന്നിട്ട് ഇപ്പൊ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുക. ഈ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അപ്പുറത്ത് ടി-വിയിൽ നമുക്ക് നല്ല പരിചയമുള്ള ഒരു സിനിമ വെച്ചിരിക്കുകയാണ്. അതിൽ നിന്ന് മോഹൻലാലിന്റെ ശബ്ദം കേൾക്കുക. അപ്പൊ നമുക്കിത് മോഹൻലാലാണെന്ന് അത് കാണാതെ നമ്മൾ എങ്ങനെ തിരിച്ചറിയുന്നു? നമ്മുടെ ശ്രദ്ധ അങ്ങോട്ട് പോയി. എങ്ങനെയാണ് അത് മോഹൻലാലാണ്, അത് ഏത് സിനിമയാണ്, ഏത് സീനാണ്, അടുത്ത ഡയലോഗ് ഏതാണെന്ന് വരെ ചിലപ്പോൾ നമ്മുടെ മനസ്സിൽ വരും. ഇതിന് കാരണം, ഒരു ശബ്ദം കേൾക്കുമ്പോൾ നമുക്ക് തിരിച്ചറിയാനുള്ള ഈ കാരണം അതിന്റെ ഗുണം എന്നാണ് പറയുന്നത്. അപ്പൊ ശ്രുതി, ഗുണം, ഇതൊക്കെ ശബ്ദത്തിന്റെ സവിശേഷതകളാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു 20 മുതൽ 20,000 ഹെർട്സ് വരെയാണ് ശബ്ദത്തിന്റെ കേൾക്കാൻ പറ്റുന്ന നമ്മുടെ പരിധി എന്ന് നമ്മൾ പറഞ്ഞു. 20ൽ താഴെയുള്ളത് ഇൻഫ്രാസോണിക്, 20,000ത്തിന് മുകളിലുള്ളത് അൾട്രാസോണിക്. പിന്നെ 2 സോണിക്കും കൂടെ ഉണ്ട് ശബ്ദവുമായിട്ട് ബന്ധപ്പെട്ട, സൂപ്പർ സോണിക്കും സബ് സോണിക്കും. അപ്പൊ ഇത് 4 തമ്മിൽ മാറിപ്പോകരുത്. ഈ സൂപ്പർ സോണിക്കും സബ് സോണിക്കും ശബ്ദത്തിന്റെ വേഗതയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇൻഫ്രാസോണിക്കും അൾട്രാസോണിക്കും ആവൃത്തിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെ എന്ന് പറയുന്നത് ആവൃത്തിയാണ്. എന്നാൽ സൂപ്പർ സോണിക് എന്ന് പറഞ്ഞാൽ ശബ്ദത്തിന്റെ വേഗത്തെക്കാൾ കൂടുതൽ വേഗതയുള്ളതിനെയാണ് നമ്മൾ സൂപ്പർ സോണിക് എന്ന് പറയുക. ശബ്ദവേഗത്തെക്കാൾ കൂടുതൽ വേഗതയുള്ളതിനാണ് സൂപ്പർ സോണിക് എന്ന് പറയുക. ശബ്ദവേഗത്തെക്കാൾ കുറഞ്ഞതിനെ പറയുന്ന പേരാണ് സബ് സോണിക്. ചില ജെറ്റ് വിമാനങ്ങളൊക്കെ സൂപ്പർ സോണിക് ആണ്. ശബ്ദത്തിന്റെ വേഗത എത്രയാ? ശബ്ദത്തിന്റെ വായുവിലെ വേഗത 340 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇതിനേക്കാൾ വേഗത്തിൽ പോയി കഴിഞ്ഞാൽ സൂപ്പർ സോണിക് എന്ന് നമ്മൾ പറയും. ശബ്ദത്തിന്റെ ആവർത്തന പ്രതിഫലനം എന്ന് പറയുന്ന ഒരു പ്രത്യേകതയുണ്ട്. എന്താണ് ആവർത്തന പ്രതിഫലനം? ശബ്ദം ഒരു ഇടുങ്ങിയ റൂമിൽ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ചുമരിലൊക്കെ തട്ടി പലതവണ പ്രതിഫലിക്കുന്നതിനാണ് ആവർത്തന പ്രതിഫലനം എന്ന് നമ്മൾ പറയുന്നത്. ഈ ആവർത്തന പ്രതിഫലനം ഉപയോഗിച്ചിട്ട് ഒരുപാട് ഉപകരണങ്ങളുണ്ട്, അതൊന്ന് ശ്രദ്ധിക്കണം. സ്റ്റെതസ്കോപ്പ് അതിലൊരു ഉപകരണമാണ്, ആവർത്തന പ്രതിഫലനം ഉപയോഗിക്കുന്ന ഉപകരണം. എയർ ഹോൺ, ശബ്ദമുണ്ടാക്കുന്ന എയർ ഹോൺ ആവർത്തന പ്രതിഫലനം ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ്. ഇത് ഒരു ചോദ്യമാണ് ആ ഭാഗത്ത് നിന്ന്. അതേപോലെ തന്നെ കേൾവിയുടെ സ്ഥിരത, പെർസിസ്റ്റൻസ് ഓഫ് ഹിയറിംഗ് എന്ന് പറയുന്ന വാക്ക്. വീക്ഷണ സ്ഥിരത എന്ന് പറഞ്ഞിട്ട് പ്രകാശവുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഗതി നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതേപോലെ കേൾവിയുടെ സ്ഥിരത. ഒരു ശബ്ദം കേട്ടാൽ എത്ര സമയമെടുക്കും നമ്മളത് തിരിച്ചറിയാൻ? സെക്കൻഡിന്റെ 10-1, 0.1 സെക്കൻഡ്. 0.1 സെക്കൻഡ് എങ്കിലും ശബ്ദം നമ്മുടെ ചെവിയിൽ ഇരുന്നാലേ നമ്മൾ അത് തിരിച്ചറിയൂ. ഈ 0.1 സെക്കൻഡിനകത്ത് വേറൊരു ശബ്ദം കൂടെ കയറിയാൽ ആദ്യം വന്ന ശബ്ദം തിരിച്ചറിയാൻ പറ്റില്ല, 2 ശബ്ദവും തിരിച്ചറിയാൻ പറ്റില്ല. അപ്പൊ ഒരു ശബ്ദത്തിന് 0.1 സെക്കൻഡ് സമയം കിട്ടണം ചെവിയിൽ. അങ്ങനെ കിട്ടാതെ വേറൊരു ശബ്ദം കൂടെ കയറുമ്പോൾ അത് നമുക്കൊരു മുഴക്കമായിട്ടാണ് അനുഭവപ്പെടുക. അതിനെ വിളിക്കുന്ന പേരാണ് അനുരണനം. ആ മുഴക്കത്തിന് പറയുന്ന പേരാണ് അനുരണനം. അതായത് 0.1 സെക്കൻഡിനകത്ത് ആവർത്തിച്ചുള്ള ശബ്ദം വീണ്ടും വന്നു കഴിഞ്ഞാൽ അനുഭവപ്പെടുന്ന മുഴക്കത്തെ പറയുന്ന പേരാണ് അനുരണനം, റിവർബറേഷൻ എന്ന് ഇംഗ്ലീഷിൽ പറയും. അതേസമയം നമ്മൾ ഒരു ശബ്ദം ഉണ്ടാക്കി ആ ശബ്ദം 0.1 സെക്കൻഡിന് ശേഷം വീണ്ടും ആവർത്തിച്ച് കേട്ടാൽ 2 ശബ്ദവും നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അതിന് പറയുന്ന പേര് പ്രതിധ്വനി, എക്കോ. തിരിച്ചറിയാൻ പറ്റുന്ന ആവർത്തിക്കുന്ന ശബ്ദത്തെ പറയുന്ന പേരാണ് എന്ത്? എക്കോ. ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്. നമ്മൾ ഇതൊന്ന് ഓർമ്മിപ്പിക്കുവാണ് എന്തൊക്കെയാണ് ശബ്ദവുമായിട്ട് ബന്ധപ്പെട്ട് പഠിച്ചത് എന്നുള്ളത് മാത്രം. ഇനി അതേപോലെ തന്നെ റെസൊണൻസ് എന്നൊരു വാക്കുണ്ട്, അനുനാദം എന്ന് പറയുന്ന ഒരു വാക്ക് ശബ്ദവുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. അനുനാദം നമ്മൾ പറയുന്നത് ട്യൂണിംഗ് ഫോർക്കിന്റെ ഒക്കെ ഉദാഹരണം വെച്ചാൽ നമ്മൾ അനുനാദം സംസാരിച്ചിട്ടുള്ളത്.
ഒരു വസ്തു മറ്റൊരു വസ്തുവിനെ കമ്പനം ചെയ്യിക്കുന്നു. അങ്ങനെ കമ്പനം ചെയ്യിക്കുമ്പോൾ നമ്മൾ ഫോഴ്സ്ഡ് കമ്പനമാണ് ചെയ്യിക്കുന്നത്. ഒന്നിനെ മറ്റൊന്നുകൊണ്ട് ബലമായിട്ട് കമ്പനം ചെയ്യിക്കുകയാണ്. അങ്ങനെ കമ്പനം ചെയ്യുമ്പോൾ ആ രണ്ടാമത്തെ വസ്തുവിന്റെ കമ്പനം അതിന്റെ സ്വാഭാവിക കമ്പനത്തിന് തുല്യമാവുമ്പോഴാണ് അത് ഏറ്റവും കൂടുതൽ വൈബ്രേറ്റ് ചെയ്യുന്നത്, കമ്പനം ചെയ്യുന്നത്. അങ്ങനെ ആ സ്വാഭാവിക ആവൃത്തിക്ക് തുല്യമാവുന്നതിനെ പറയുന്ന പേരാണ് റെസൊണൻസ് അഥവാ അനുനാദം എന്ന് പറയുന്നത്. അനുനാദത്തിൽ എത്തുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ശബ്ദം കേൾക്കുന്നത്. അപ്പൊ റെസൊണൻസ് കോളം എന്നൊക്കെ പറഞ്ഞ ഉദാഹരണങ്ങൾ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്, ഒന്ന് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം. നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. 74ാമത്തെ ചോദ്യം, അതായത് ഫിസിക്സിലെ 4ാമത്തെ ചോദ്യം. ഫാരൻഹീറ്റ് തെർമോമീറ്റർ പ്രകാരം 98 ഡിഗ്രി ഫാരൻഹീറ്റ് താപനില കെൽവിൻ സ്കെയിൽ പ്രകാരം ഡാഷ് ആണ് എന്ന ചോദ്യം. ഇത് ചിലപ്പോൾ കുറച്ചു പേര് ഒന്ന് കൺഫ്യൂസ്ഡ് ആയിട്ടുണ്ടാവും, എന്നാലും ഇതിൽ ഉത്തരം കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. കാരണം നമ്മള് താപവും ഊഷ്മാവും എന്നൊക്കെ പറഞ്ഞ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. വിശദമായിട്ട് ഡിസ്കസ് ചെയ്തപ്പോൾ ഒന്ന്, ഇത് 7ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിലാണ് താപത്തെ കുറിച്ച് പറയുന്നത്, ആദ്യമായിട്ട് പറയുന്നത്. മറ്റു ചില ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിലും പറയുന്നുണ്ട്. താപനില എന്ന് പറഞ്ഞിട്ട് 7ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ താപം നിത്യജീവിതത്തിൽ എന്ന് പറയുന്ന ചാപ്റ്ററിൽ 121ാമത്തെ പേജിലുണ്ട്. അവിടെ കൃത്യമായിട്ട് ഈ 98 ഡിഗ്രി അതിന് നേരിട്ട് തന്നിട്ടുണ്ട്. ഒരു കാൽക്കുലേഷന്റെ ആവശ്യമില്ലാതെ നേരിട്ട് തന്നെ ഈ 98 ഡിഗ്രിയുടെ കാര്യം അവിടെ പറഞ്ഞിട്ടുണ്ട്. ഒരു നിമിഷം നോക്കിയേ, ആ ടെക്സ്റ്റ് ബുക്കിലെ ഭാഗം. ശരീര താപനില 37 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതിന്റെ ബ്രാക്കറ്റിൽ തന്നെ തന്നിട്ടുണ്ട് 98.6 എന്ന് ബ്രാക്കറ്റിൽ തന്നിട്ടുണ്ട്. അതായത് 98.6 ഡിഗ്രി ഫാരൻഹീറ്റ് 37 ഡിഗ്രി സെൽഷ്യസ് ആണ് എന്ന് ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട്. ഇത് പക്ഷെ നമ്മളോട് ചോദ്യത്തിൽ ചോദിച്ചിരിക്കുന്നത് കെൽവിൻ സ്കെയിലിൽ എത്രയാണെന്ന്. അപ്പൊ നമ്മുടെ മനസ്സിൽ ഈ 98.6 എന്നുള്ളത് റൗണ്ട് ചെയ്തിട്ട് 98 എന്നുള്ളത് നമ്മുടെ മനസ്സിൽ നിന്ന് എന്തിലേക്ക് വരണം? 37ലേക്ക് വന്നാൽ 37 ഡിഗ്രി സെൽഷ്യസ് എന്ന് ഓർത്തു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് കെൽവിനിലേക്ക് മാറ്റാം. എങ്ങനെ കെൽവിനിലേക്ക് മാറ്റുക? കെൽവിനിലേക്ക് മാറ്റാൻ 273 കൂട്ടിയാൽ മതി. അപ്പൊ 37ന്റെ കൂടെ 273 കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 310 കിട്ടും. 310 കെൽവിൻ ആണ് ഇവിടുത്തെ നമ്മുടെ ആൻസർ. അപ്പൊ ഈ 98.6 എന്ന് പറയുന്നത് എന്താ? മനുഷ്യ ശരീരത്തിന്റെ താപനിലയാണ്, സാധാരണ താപനില. അത് ഡിഗ്രി സെൽഷ്യസിൽ 37. ഇത് ഡിസ്കസ് ചെയ്തപ്പോഴേ നമ്മൾ പറഞ്ഞിട്ടുണ്ട് കെൽവിൻ സ്കെയിലിൽ അത് 310 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഓർക്കുന്നവർക്കും ഇത് ഒറ്റ വായനയിൽ ആൻസർ കണ്ടുപിടിക്കാം. ഇനി ഇതല്ലെങ്കിൽ എന്ത് ചെയ്യും? ഇങ്ങനെ ഓർമ്മ വന്നില്ല, 98 37 ആണെന്ന് ഓർമ്മ വന്നില്ല, എന്ത് ചെയ്യും? അതിന് നമ്മൾ ഇങ്ങനെ സമവാക്യമൊക്കെ പഠിച്ചിട്ടുണ്ട്. എങ്ങനെ ഒരളവിൽ നിന്ന്, ഒരു സ്കെയിലിൽ നിന്ന് മറ്റേ സ്കെയിലിലേക്ക് മാറ്റാം എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമുക്ക് തന്നിരിക്കുന്നത് ഏതിലാണ്? ഡിഗ്രി ഫാരൻഹീറ്റിലാണ്. അപ്പൊ 98 ഡിഗ്രി ഫാരൻഹീറ്റിനെ നേരിട്ട് കെൽവിനിലേക്ക് മാറ്റാൻ പറ്റില്ല, പക്ഷെ ഡിഗ്രി സെൽഷ്യസിലേക്ക് മാറ്റി കെൽവിനിലേക്ക് മാറ്റാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 98നെ ഫാരൻഹീറ്റിനെ ഡിഗ്രി സെൽഷ്യസിലേക്ക് മാറ്റാൻ നമ്മൾ പഠിച്ചത് ഓർക്കുന്നുണ്ടോ? ഈ ഒരു സമവാക്യം പഠിച്ചത് ഓർക്കുന്നുണ്ടോ? ഇത് ഡിഗ്രി സെൽഷ്യസിനെ ഫാരൻഹീറ്റിലേക്ക് മാറ്റാനാ. തിരിച്ചു വരാനുള്ള മാർഗം എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഫാരൻഹീറ്റിലുള്ളതിനെ 32 കുറയ്ക്കുക. 32 കുറച്ചു കഴിഞ്ഞാൽ നമുക്ക് 66 കിട്ടും. എന്നിട്ട് അതിനെ നമ്മൾ 5/9 കൊണ്ട് ഗുണിക്കുക. 5/9 കൊണ്ട് നമ്മൾ ഇതിനെ ഗുണിക്കുക. അപ്പൊ നമുക്ക് ഏകദേശം 36.66 എന്ന് കിട്ടും. അത് 37 എന്ന് റൗണ്ട് ചെയ്ത് എഴുതാം. അപ്പൊ നമുക്ക് 37 കിട്ടി. എന്താ നമുക്ക് കിട്ടിയത്? ഡിഗ്രി സെൽഷ്യസിലേക്ക് മാറി. 98 ഫാരൻഹീറ്റ് എന്നുള്ളത് 37 ഡിഗ്രി സെൽഷ്യസിലേക്ക് മാറി. ഇതാണ് നേരത്തെ നമ്മൾ പറഞ്ഞത്. പക്ഷെ നമ്മളോട് ചോദ്യം കെൽവിനിലേക്ക് മാറ്റാനാ. ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് കെൽവിനിലേക്ക് പോവാൻ 273 കൂടെ കൂട്ടുക, നമ്മൾ 310 എന്ന് പറയുന്ന ആൻസറിൽ എത്തും. ഇത് ശ്രദ്ധിക്കുക. ഒന്നുകൂടെ ആവർത്തിക്കുന്നു. ഡിഗ്രി സെൽഷ്യസിൽ തന്നാൽ കെൽവിനിലേക്ക് മാറ്റാൻ 273 കൂട്ടുക, തിരിച്ചു വരാൻ 273 കുറയ്ക്കുക. അതാണ് 37 310 ആവുന്നതും. 310 273 കുറച്ചാൽ തിരിച്ച് 37 ആവും. ഈ 37 ആണ് മനുഷ്യ ശരീരത്തിന്റെ സാധാരണ താപനില. അതേസമയം ഡിഗ്രി ഫാരൻഹീറ്റിലേക്കാണ് മാറ്റേണ്ടതെങ്കിൽ ഡിഗ്രി സെൽഷ്യസിൽ തന്നാൽ അതിനെ 9 കൊണ്ട് ഗുണിച്ച് 5 കൊണ്ട് ഹരിച്ച് 32 കൂട്ടണം. അല്ലെങ്കിൽ 5 കൊണ്ട് ഹരിച്ച് 9 കൊണ്ട് ഗുണിച്ച് 32 കൂട്ടണം. ഇതാണ് ഇവിടുത്തെ സമവാക്യം. നമ്മൾ ഇതിനൊരു ഉദാഹരണമായിട്ട് 100 ഡിഗ്രി സെൽഷ്യസ് 212 ഡിഗ്രി ഫാരൻഹീറ്റ് ആവുന്നത് എങ്ങനെയാണെന്ന് ഓർത്തു വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് ഓർത്തു വെക്കുമ്പോൾ നമുക്ക് ആ ഫോർമുല കാണാതെ പഠിക്കാതെ തന്നെ സ്റ്റെപ്സ് മനസ്സിലാവും. 100 ഡിഗ്രി സെൽഷ്യസ് അല്ലെ, 100 ഡിഗ്രി സെൽഷ്യസ് എത്രയാണ്? 212 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. ഇത് എങ്ങനെയാണ് കിട്ടുന്നത്? 100നെ 5 കൊണ്ട് ആദ്യം ഹരിച്ചു 20 കിട്ടി. പിന്നെ അതിനെ 9 കൊണ്ട് ഗുണിച്ചപ്പോൾ 180 കിട്ടി. 32 കൂട്ടിയപ്പോ 212 കിട്ടി. ഇതാണ് സ്റ്റെപ്പ്. 5 കൊണ്ട് ഹരിക്കുക, 9 കൊണ്ട് ഗുണിക്കുക, 32 കൂട്ടുക. തിരിച്ച്
ഫാരൻഹീറ്റിൽ നിന്ന് ഡിഗ്രി സെൽഷ്യസിലേക്ക് തിരിച്ചു വരാൻ ഇത് റിവേഴ്സ് ഓർഡറിൽ ചെയ്യുക. അതാണ് ഇപ്പൊ ഈ ചോദ്യത്തിൽ നമ്മൾ ചെയ്തത്. 98 നമുക്ക് ഫാരൻഹീറ്റിൽ തന്നിരിക്കുന്നത്. അതിന്ന് 32 കുറച്ചു, 66 പിന്നെ അതിനെ നമ്മൾ എന്താ ചെയ്യുന്നത്? അങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ 9 കൊണ്ട് ഗുണിച്ച് 5 കൊണ്ട് ഹരിക്കുകയോ ചെയ്തത്. നേരെ തിരിച്ച് 5 കൊണ്ട് ഗുണിച്ച് 9 കൊണ്ട് ഹരിച്ചു. അപ്പൊ നമുക്ക് കിട്ടിയതാണ് 37. ആ 37ന്റെ കൂടെ 273 കൂട്ടിയപ്പോൾ കെൽവിനിലേക്ക് മാറി. 37 ഡിഗ്രി സെൽഷ്യസ് കെൽവിനിലേക്ക് മാറി. ഇതാണ് ഇവിടെ നമ്മൾ ചെയ്തത്. അടുത്ത ചോദ്യത്തിലേക്ക് പോകൂടെ. 5ാമത്തെ ചോദ്യം ഫിസിക്സിൽ നിന്ന് വന്നത് ചലനവുമായി ബന്ധപ്പെട്ടുള്ള ശരിയായ സമവാക്യം ഏത് എന്ന ചോദ്യം. ചലന സമവാക്യങ്ങളിൽ നിന്ന് 3 ചലന സമവാക്യങ്ങൾ, 3 അല്ല ശരിക്കും 4 ചലന സമവാക്യങ്ങളാണ്. അതിൽ 3 ആക്സലറേഷൻ വരുന്ന, ത്വരണം വരുന്ന ചലന സമവാക്യങ്ങൾ. അതാണ് ഇവിടെ ചോദ്യത്തിൽ വന്നിരിക്കുന്നത്. ശരിയായ സമവാക്യം ഏത് എന്നാണ് ചോദ്യം. അപ്പൊ നമ്മുടെ മനസ്സിൽ 3 സമവാക്യം ഉണ്ടല്ലോ. V = U + AT അല്ലെ, S = UT + ½ AT². ഏതാ സമവാക്യങ്ങൾ? ഈ 3. V = U + AT, S = UT + ½ AT², V² = U² + 2AS എന്ന് പറയുന്ന 3 സമവാക്യങ്ങൾ ഇവിടെ നമ്മൾ വായിച്ചു നോക്കുമ്പോൾ V = U + ST തെറ്റാണ്, AT ആണ് വരേണ്ടത് അല്ലെ. S = UV + ½ AT² തെറ്റാണ്, UT ആണ് വരേണ്ടത്. അപ്പൊ പറഞ്ഞു പഠിച്ചവർക്ക് ഇത് വായിച്ചു നോക്കിയാലേ മനസ്സിലാവും. പിന്നെ ഏതാ? V² = U² + 2AT, 2AT അല്ല, S ആണ് വരേണ്ടത്, അതും തെറ്റാണ്. അപ്പൊ A, C, D തെറ്റാണ്. പിന്നെ B ആണ് ഇവിടെ ഉള്ളത്. ബിയിൽ നമ്മൾ നോക്കുമ്പോൾ ശരിക്കും ആ സമവാക്യം എങ്ങനെ വരേണ്ടത്? V² = U² + 2AS എന്നാണ് വരേണ്ടത്. U² ഇവിടെ നിർത്തി 2AS ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ V² - 2AS = U² എന്ന് വരും. ഇത് ശരിയല്ലേ? ഇതാണ് ഇവിടെ തന്നിരിക്കുന്നത്. U² എന്താ? V² - 2AS. ഇത് ശരിയാണ്. ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തല തിരിച്ചു തന്നു എന്നേ ഉള്ളൂ. V² എന്ന് പറഞ്ഞ സമവാക്യം തരുന്നതിന് പകരം U² എന്ന് പറഞ്ഞ സമവാക്യം തന്നു എന്നേ ഉള്ളൂ. U² = V² - 2AS ആണ്. അത് ശരിയാണ്. ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ ശരി ഉത്തരം. ചലന സമവാക്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് 9ാം ക്ലാസ്സിലെ ചാപ്റ്റർ ചലന സമവാക്യങ്ങൾ എന്ന് പറഞ്ഞു തന്നെ ചാപ്റ്റർ ഉണ്ട് പുതിയ ടെക്സ്റ്റ് ബുക്കിൽ. ഇപ്രാവശ്യം മാറിയ ടെക്സ്റ്റ് ബുക്കിൽ ചലന സമവാക്യങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്റർ 44, 45 പേജുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ പറയുന്ന ചലന സമവാക്യങ്ങൾ കാണാം. V = U + AT, S = UT + ½ AT², V² = U² + 2AS. പ്രത്യേകം പറയുന്നുണ്ട്, ഇതൊക്കെ സമത്വരണ ചലനത്തിൽ ഉപയോഗിക്കാവുന്ന സമവാക്യങ്ങളാണ്. സമത്വരണ ചലനം, ത്വരണമുണ്ട്, ഒരേ ത്വരണമാണ്. ആ ത്വരണമുള്ള ചലനത്തിൽ ഉപയോഗിക്കാനാണ് ഈ 3 സമവാക്യങ്ങൾ. ത്വരണമില്ലെങ്കിൽ, ഒരേ വേഗതയിലാണ് പോകുന്നതെങ്കിൽ, ഒരു വെലോസിറ്റി സമപ്രവേഗം മാത്രമേ ഉള്ളുവെങ്കിൽ ഒറ്റ സമവാക്യം ഉള്ളൂ. ഏതാണത്? അത് S = VT എന്ന് പറയുന്ന സമവാക്യം, അല്ലെങ്കിൽ V = S/T എന്ന് പറയുന്ന സമവാക്യം. ഇങ്ങനെയൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്? വെലോസിറ്റിയുടെ സമവാക്യം, അത്രയേ ഉള്ളൂ. പ്രവേഗം സ്ഥാനാന്തരം സമയം, അല്ലെങ്കിൽ സ്ഥാനാന്തരം പ്രവേഗം × സമയം എന്ന് പറയുന്ന സമവാക്യമാണ് ത്വരണമില്ലാത്ത സമപ്രവേഗത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. ഒരേ പ്രവേഗത്തിലുള്ള ചലനത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. ത്വരണം വന്നാൽ ഈ 3 സമവാക്യങ്ങൾ നമ്മൾ സന്ദർഭത്തിനനുസരിച്ച് ഉപയോഗിക്കും. ഈ 3 സമവാക്യങ്ങളെ കുറിച്ച് നമ്മൾ പ്രോബ്ലംസ് തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അത് സന്ദർഭത്തിനനുസരിച്ച് ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. വളരെ പെട്ടെന്നൊന്ന് ഓർമ്മിപ്പിക്കുവാണ്. ഈ 3 സമവാക്യങ്ങളിൽ ആകെ 5 അളവുകളാണുള്ളത്. ഏതൊക്കെയാണ്? V, U, A, T, S, 5 പേര്. ഇതിൽ ഓരോ സമവാക്യവും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഓരോ സമവാക്യത്തിലും 4 വീതം ആളുകളുണ്ട്. അപ്പൊ നമുക്കൊരു ക്വസ്റ്റ്യൻ വരുമ്പോൾ ആ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന വിവരങ്ങൾ വെച്ചിട്ട് നമ്മൾ ഈ 4 പേരെ തിരിച്ചറിയണം. അതിൽ 3 ക്വസ്റ്റ്യനിൽ തരും, 4ാമത്തത് ചോദിക്കും. അപ്പൊ ഏതാണ് ചോദിച്ചിരിക്കുന്നത്, ഏതാണ് തന്നിരിക്കുന്നത് നോക്കി അതിനനുസരിച്ച് ഈ 3ൽ ഒരു സമവാക്യം തിരഞ്ഞെടുത്ത് ചെയ്താൽ നമുക്ക് സമയം ലാഭിക്കാം. അപ്പൊ ഈ 3ൽ ഏത് ഉപയോഗിക്കണമെന്ന് തിരിച്ചറിയലാണ് ആദ്യത്തെ സ്റ്റെപ്പ്. ഇതിൽ നിന്ന് സിമ്പിൾ പ്രോബ്ലംസ് പ്രതീക്ഷിക്കാം. വന്നു കഴിഞ്ഞാൽ ആ രീതിയിൽ ചെയ്യുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. നമ്മൾ 6ാമത്തെ ക്വസ്റ്റ്യൻ ഫിസിക്സിലെ ഊർജ്ജ പരിവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട വളരെ നല്ലൊരു ചോദ്യം. ഒരു പെട്രോൾ കാറിൽ നടക്കുന്ന പ്രധാന ഊർജ്ജ പരിവർത്തനം ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പെട്രോൾ കാറിൽ നടക്കുന്ന ഊർജ്ജ പരിവർത്തനം തിരഞ്ഞെടുക്കുക. വൈദ്യുത കാർ ആയിരുന്നെങ്കിൽ വേറെ ഊർജ്ജ പരിവർത്തനം ആവുമായിരുന്നു. ഇത് പെട്രോൾ കാറാണ്, അപ്പൊ നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. ഏതായാലും ഏതൊരു ഉപകരണം ആയാലും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലെ. 9ാം ക്ലാസ്സിലെ പഴയ ടെക്സ്റ്റ് ബുക്കിൽ 98ാമത്തെ പേജിൽ പ്രവൃത്തി, ഊർജം, പവർ എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഊർജ സംരക്ഷണ നിയമത്തിന്റെ ഒപ്പം നമ്മൾ പഠിക്കുന്നതാണ് ഊർജ പരിവർത്തനം. ഊർജത്തെ നിർമ്മിക്കാനോ നശിപ്പിക്കാനോ സാധിക്കില്ല, ഒരു അവസ്ഥയിൽ നിന്ന് മറ്റൊരവസ്ഥയിലേക്ക് മാറ്റാനേ സാധിക്കൂ എന്ന് പറഞ്ഞ് പഠിക്കുമ്പോൾ നമ്മൾ അവിടെ
ആ മാറ്റുന്നത്, ഒരവസ്ഥയിൽ നിന്ന് മറ്റൊരവസ്ഥയിലേക്ക്, ഒരു ഊർജ്ജത്തിൽ നിന്ന് മറ്റൊരു ഊർജ്ജത്തിലേക്ക് മാറ്റുന്നത് പഠിക്കുമ്പോഴാണ് ഊർജ്ജ പരിവർത്തനം പഠിക്കുന്നത്. അതിൽ സ്ഥിരം വരുന്ന ചോദ്യങ്ങളാണ് ജനറേറ്ററും ഫാനും ഇസ്തിരിപ്പെട്ടിയും ബൾബും ഒക്കെ. ഇപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഒരു വൈദ്യുത കാറിന്റെ ചോദ്യമാണ്. അപ്പൊ ഇത് നമ്മൾ എങ്ങനെ ആൻസർ ചെയ്യും? നമ്മൾ അപ്പോൾ പറഞ്ഞിട്ടുണ്ട്, ആ ക്ലാസ് ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഏത് ഉപകരണം ചോദിച്ചാലും അല്ലെങ്കിൽ ഏത് യന്ത്രം ചോദിച്ചാലും ആ യന്ത്രത്തിന് കൊടുക്കുന്നത് എന്താ, അതിൽ നിന്ന് കിട്ടുന്നത് എന്താ എന്ന് മാത്രം ചിന്തിക്കുക. പെട്രോൾ കാറിലേക്ക് പെട്രോളാ കൊടുക്കുന്നത്. പെട്രോൾ എന്ത് തരം ഊർജ്ജമാണ്? പെട്രോൾ ഒരു രാസവസ്തുവാണ്, അപ്പൊ അത് രാസോർജ്ജമാണ്. എന്താ കാറിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്? കാർ എന്തിനാ? കാർ അല്ലെങ്കിൽ ഏതൊരു വാഹനവും ചലിക്കാൻ വേണ്ടിയിട്ടല്ലേ. അപ്പൊ കാർ എന്താ തരുന്നത് നമുക്ക്? ചലനം. ചലനം എന്ന് പറഞ്ഞാൽ ഏത് ഊർജ്ജ? ഗതികോർജ്ജം. അത്രയേ ഉള്ളൂ. അപ്പൊ എന്തായിട്ടാ മാറുന്നത്? രാസോർജ്ജം ഗതികോർജ്ജമായിട്ട് മാറുന്നു. സിമ്പിൾ അല്ലേ? അതിവിടെ തന്നിട്ടുണ്ട്, ഓപ്ഷൻ സിയിൽ തന്നിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഏത് ചോദ്യം വന്നാലും ഊർജ്ജ പരിവർത്തനം എന്ന് പറഞ്ഞാൽ അതിലേക്കുള്ള ഇൻപുട്ട് എന്താ, അതിൽ നിന്നുള്ള ഔട്ട്പുട്ട് എന്താ നോക്കുക. എന്നിട്ട് ആ ഇൻപുട്ടിന്റെ ഊർജ്ജരൂപം ഏതാ, ഔട്ട്പുട്ടിന്റെ ഊർജ്ജരൂപം ഏതാ നോക്കുക. അതാണ് ജനറേറ്ററിന്റെ കാര്യം നമ്മൾ പറയുന്നത്. ജനറേറ്ററിന്റെ ഇൻപുട്ട് എന്താ? ജനറേറ്റർ കറക്കുന്നു. ജനറേറ്ററിലേക്ക് നമ്മൾ എന്താ ഇൻപുട്ട് ആയിട്ട് കൊടുക്കുന്നത്? ജനറേറ്ററിനെ കറക്കി കൊടുക്കുന്നു. അപ്പൊ കറക്കുക എന്ന് പറയുന്നത് യാന്ത്രികോർജ്ജം. ജനറേറ്റർ എന്താ ഔട്ട്പുട്ട് ആയിട്ട് തരുന്നത്? വൈദ്യുതി തരുന്നു. അപ്പോൾ യാന്ത്രികോർജ്ജം വൈദ്യുതോർജ്ജമായിട്ട് മാറുന്നു. ഇങ്ങനെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോകുന്നു. രസകരമായിട്ടുള്ള ഒരു ചോദ്യം, സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, എല്ലാവർക്കും അറിയാം. സൂര്യഗ്രഹണത്തിന് കാരണമാവുന്ന ശരിയായ ക്രമീകരണം കണ്ടെത്തുക എന്നാണ് ചോദ്യം. സൂര്യഗ്രഹണം എങ്ങനെ ഉണ്ടാവുന്നത്? സൂര്യനും ഭൂമിക്കും ഇടയിൽ ഒരാൾ കയറി നിൽക്കും. സൂര്യനെ പിന്നെ കാണാൻ പറ്റില്ല. ആരാണ് കയറി നിൽക്കുന്നത്? സൂര്യനും ഭൂമിക്കും ഇടയിൽ നമ്മുടെ കണ്ണിൽ നിന്ന് ഒരു നേർരേഖ വരച്ചു കഴിഞ്ഞാൽ ഭൂമിയിൽ നിന്ന് നമ്മൾ സൂര്യനെ നോക്കുന്ന നേർരേഖയ്ക്കിടയിൽ ചന്ദ്രൻ കയറി വരും. ആള് ചെറുതാണെങ്കിലും ചന്ദ്രൻ നമ്മളോട് വളരെ അടുത്താണ്. സൂര്യൻ വളരെ അകലെ ആയതുകൊണ്ട് ചന്ദ്രന് ഭൂമിയെ മറയ്ക്കാൻ സാധിക്കും. അപ്പൊ ഇതിലേതാണത്? ഭൂമിക്കും സൂര്യനും ഇടയിൽ ചന്ദ്രൻ വരുന്നതാണ് സൂര്യഗ്രഹണം എന്ന് പറയുന്നത്. ഓപ്ഷൻ എ ആണ്. ഇത് ഏത് ചാപ്റ്ററിൽ നിന്നാണ്? 7ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ നിന്നാണ്. 7ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു അടിപൊളി ചാപ്റ്റർ ഉണ്ട്. അതെല്ലാവരും ഒന്ന് വായിച്ചിരിക്കണം കേട്ടോ. പരീക്ഷയ്ക്ക് എഴുതുന്നവരും എഴുതാത്തവരും ഒക്കെ ഒന്ന് വായിച്ചിരിക്കേണ്ട രസകരമായിട്ടുള്ള ഒരു ചാപ്റ്ററാണ് ആകാശ വിസ്മയങ്ങൾ എന്ന് പറയുന്നത്. 7ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക് 150ാമത്തെ പേജിൽ സൂര്യഗ്രഹണത്തെ കുറിച്ച് പറയുന്നുണ്ട്. ചിത്രങ്ങളൊക്കെ വർണ്ണ ചിത്രങ്ങൾ സഹിതം പറയുന്നുണ്ട്. ഭൂമിയെ പരിക്രമണം ചെയ്യുമ്പോൾ ചന്ദ്രൻ അപൂർവമായി ഭൂമിക്കും സൂര്യനും ഇടയിൽ വരും. അങ്ങനെ എല്ലാ സമയത്തൊന്നും വരില്ല, അപൂർവമായിട്ട് വരും. ഈ ഇടയിൽ നേർരേഖയിൽ വരും. ഈ സമയം ചന്ദ്രന്റെ നിഴൽ ഭൂമിയിൽ വീഴുന്നു. ചന്ദ്രന്റെ നിഴൽ വീഴുന്ന പ്രദേശത്തുള്ളവർക്ക് ചന്ദ്രന്റെ മറവ് കാരണം ആരെ കാണാൻ സാധിക്കില്ല? സൂര്യനെ കാണാൻ സാധിക്കില്ല. ഇത്രയേ ഉള്ളൂ. ഭൂമി ഇതാണ്, സൂര്യൻ ഇതാണ്. സൂര്യനിൽ നിന്ന് പ്രകാശം ഭൂമിയിലേക്ക് വരുമ്പോൾ ഇടയിൽ ചന്ദ്രൻ കയറി നിൽക്കുവാണ്. അപ്പൊ നിഴലാണ് ഭൂമിയിൽ വീഴുന്നത്. ആ നിഴൽ പ്രദേശത്തുള്ളവർക്ക് സൂര്യനെ കാണാൻ പറ്റില്ല. നോക്കുമ്പോൾ ഇതാണ് സൂര്യഗ്രഹണം എന്ന് പറയുന്നത്. ചന്ദ്രഗ്രഹണത്തെ കുറിച്ചും നിലാവിനെ കുറിച്ചും ഒക്കെ ആ ചാപ്റ്ററിൽ പറയുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞ രസകരമായിട്ടുള്ള ഒരു ചാപ്റ്റർ ആണെന്ന് പറഞ്ഞു. അപ്പൊ ചന്ദ്രഗ്രഹണം എങ്ങനെയാ സംഭവിക്കുന്നത്? ചന്ദ്രഗ്രഹണം എങ്ങനെയാ സംഭവിക്കുന്നത്? ഇത് നേരെ ക്രമം ഒന്ന് മാറിയിട്ട് ചന്ദ്രൻ ഇങ്ങനെ കറങ്ങി ഭൂമിയുടെ ഇപ്പുറത്ത് വന്നു. അപ്പൊ ഭൂമിയാണ് ഇപ്പൊ നടുവില്. സൂര്യനും ചന്ദ്രനും ഇടയിൽ ഭൂമിയാണുള്ളത് എങ്കിൽ ഭൂമിയുടെ നിഴല് ചന്ദ്രന് മുകളിൽ വീഴും. അപ്പൊ ചന്ദ്രനെ കാണാൻ പറ്റില്ല. ചന്ദ്രനെ നമ്മൾ കാണുന്നത് തന്നെ സൂര്യന്റെ പ്രകാശം തട്ടുമ്പോഴാണ്. സൂര്യപ്രകാശം ചന്ദ്രനിൽ തട്ടി തിരിച്ചു വരുമ്പോഴാണ് നമ്മൾ ആരെ കാണുന്നത്? ചന്ദ്രനെ കാണുന്നത്. ആ സൂര്യപ്രകാശം ചന്ദ്രനിൽ ചെന്ന് തട്ടി തിരിച്ചു വരുന്ന പ്രകാശത്തെയാണ് നിലാവ് എന്ന് നമ്മൾ വിളിക്കുന്നത്. അല്ലെ? ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങൾ, ചെറിയ ക്ലാസ് തൊട്ട് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ. അപ്പൊ ഈ ഭൂമി സൂര്യനെയും ചന്ദ്രന്റെ ഇടയിൽ വന്ന് നിൽക്കുമ്പോൾ ഭൂമിയുടെ നിഴലിൽ ചന്ദ്രന് വീണാൽ ചന്ദ്രനെ കാണാൻ പറ്റില്ല. അതാണ് ചന്ദ്രഗ്രഹണം എന്ന് നമ്മൾ പറയുന്നത്. അതേപോലെ തന്നെ ഈ ചന്ദ്രഗ്രഹണവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ അമാവാസി, പൗർണമി, വൃദ്ധിക്ഷയം എന്നീ വാക്കുകളൊക്കെ ഈ പറയുന്ന ചാപ്റ്ററിനകത്ത് പറയുന്നുണ്ട്. അമാവാസി എന്ന് പറഞ്ഞാൽ എന്താ? ചന്ദ്രനെ കാണാനേ പറ്റാത്ത ദിവസമാണ്. എന്തുകൊണ്ടായിരിക്കും കാണാൻ പറ്റാത്തത്? പൂർണ്ണമായിട്ടും മറയുന്നതാണ് അമാവാസി. അപ്പൊ നമ്മളിങ്ങനെ ഈ തേങ്ങാപ്പൂളിന്റെ ആകൃതിയിൽ ചന്ദ്രൻ ഇങ്ങനെ ചെറുതായി 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 വന്ന് കാണാതാവുന്ന ദിവസമാണ് അമാവാസി. അപ്പൊ നിഴല് പൂർണ്ണമായിട്ടും ചന്ദ്രന്റെ മുകളിലാണ്. ഭൂമിയുടെ നിഴല് കുറച്ച് 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 ഇങ്ങനെ വീണ് 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 കാണാതാവുന്ന ദിവസമാണ് അമാവാസി എന്ന് പറയുന്നത്. പിന്നെ ആ നിഴല് മാറി 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 വരുമ്പോൾ വലുതായി 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 വരും. എന്നിട്ട് മുഴുവനായിട്ട് പൂർണ്ണചന്ദ്രനെ, അല്ലെ, പപ്പട വട്ടത്തിൽ ചന്ദ്രനെ കാണുന്ന ദിവസമാണ് എന്തെന്ന് പറയുന്നത്? വെളുത്ത വാവ്, പൗർണമി എന്ന് നമ്മൾ പറയുന്നത്. ന്യൂ മൂണും ഫുൾ മൂൺ. ഫുൾ മൂൺ ആണ് പൗർണമി, ന്യൂ മൂൺ ആണ് എന്ത്? അമാവാസി എന്ന് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് രണ്ട് വാക്കുകൾ, വൃദ്ധിയും ക്ഷയവും. വൃദ്ധി എന്ന് പറഞ്ഞാൽ കൂടുക എന്നും ക്ഷയം എന്ന് പറഞ്ഞാൽ കുറയുക എന്നുള്ളതും ചിന്തിക്കുക. അപ്പോ വൃദ്ധി എന്ന് പറയുമ്പോൾ എന്താണ്? വൃദ്ധിയുടെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ കാണാതായ ചന്ദ്രൻ ഉണ്ടല്ലോ, പുള്ളി ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ടിട്ട് പതുക്കെ വലുതായി 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 വന്നിട്ട് ഫുൾ മൂൺ ആവുന്ന, ഫുൾ ചന്ദ്രനെ കാണാൻ പറ്റുന്ന അവിടം വരെയാണ് വൃദ്ധി. വലുതായി വരുന്നതാണ് വൃദ്ധി.
പിന്നെ ആള് ക്ഷയിച്ച് പിന്നെയും കാണാതാവും. അതാണ് ക്ഷയം. പിന്നെയും വലുതായി വരും, പിന്നെയും ചെറുതായി വരും. അപ്പൊ ഇതാണ് വൃദ്ധി ക്ഷയം എന്ന് പറയുന്ന കാലഘട്ടം. വൃദ്ധിയും ക്ഷയവും ചന്ദ്രനെ കാണുന്നതിനനുസരിച്ചാണ് ഇങ്ങനെ ഒരുപാട് രസകരമായ ആകാശ കാഴ്ചകൾ ഈ 7ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിലെ ആകാശ കാഴ്ചകൾ എന്ന് പറയുന്ന ചാപ്റ്ററിലുണ്ട്. അതൊക്കെ ഒന്ന് പരിശോധിക്കുക. ചോദ്യങ്ങൾ അവിടെ നിന്നൊക്കെ വന്നിട്ടുണ്ട്. 7 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതിന്റെ അനുബന്ധ വിവരങ്ങളും നമ്മൾ നോക്കി. ഫിസിക്സിൽ നിന്ന് വന്ന ചോദ്യങ്ങളെല്ലാം അഭിപ്രായം പറഞ്ഞ് എഴുതിയ ആളുകൾ ഇത് ഉണ്ടെങ്കിൽ ഒന്ന് അഭിപ്രായം പറഞ്ഞ് എളുപ്പമായിരുന്നില്ലേ? ഓക്കെ, എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഇതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കുക. എന്തെങ്കിലും ഇപ്പൊ ഈ ഡിസ്കസ് ചെയ്തതിൽ എന്തെങ്കിലും മനസ്സിലാകാത്തതുണ്ടെങ്കിൽ അതും കമന്റ് ബോക്സിൽ പറയാം. നമുക്കതൊന്നുകൂടെ വിശദമാക്കാം. മറ്റൊരു സെഷനുമായിട്ട് വീണ്ടും വരാം. ദിസ് ഇസ് സന്തോഷ് സേതുമാധവൻ സൈനിങ് ഓഫ് ഓൺ ബിഹാഫ് ഓഫ് കൺട്രി. താങ്ക് യു വെരി മച്ച്.